KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാക് സന്ദർശനത്തിനു പിന്നാലെ ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ജനുവരിയിൽ. കത്തുവിവാദത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സർക്കാരിനെ വിലയിരുത്തേണ്ടത് ജനങ്ങളാണെന്നും ഉമ്മൻചാണ്ടി. നാഗ്പൂരിൽ 3 യുവാക്കൾ പോലീസ് പിടിയിൽ. IS-ൽ ചേരാൻ പുറപ്പെട്ടതെന്ന് പോലീസ്. എയർ ഇന്ത്യ വിമാനങ്ങളിൽ മാംസാഹാരം വിളമ്പുന്നത് നിർത്തലാക്കുന്നു. പാകിസ്ഥാനിലും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഭൂചലനം. പാകിസ്ഥാനിൽ 30 പേർക്ക് പരിക്ക്. SSF സാംസ്കാരിക വിഭാഗമായ കലാലയം മുതല്ലിമുകൾക്കായി പ്രഭാഷണം, കാലിഗ്രാഫി പരിശീലനം എന്നിവ സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ മദ്യനയം സുപ്രീംകോടതി ചൊവ്വാഴ്ച വിധി പറയും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അപ്രതീക്ഷിത ലാഹോർ സന്ദർശനത്തിനു പിന്നാലെ ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നു. വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ജനുവരി 2ാം വാരം ഇസ്ലാമാബാദിൽ നടക്കുമെന്നാണ് സൂചന. അതിനിടെ സന്ദർശനത്തിന് ചരടുവലിച്ചത് ഒരു വ്യവസായിയാണെന്ന ആരോപണമുണ്ട്. മോദിയുടെ നീക്കത്തെച്ചൊല്ലി കോൺഗ്രസും BJPയും തമ്മിൽ വാക്പോര് തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിറന്നാൾ നയതന്ത്രത്തിനു പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചകൾക്ക് ഇസ്ലാമാബാദിൽ വേദിയൊരുങ്ങുകയാണ്. വിദേശകാര്യ സെക്രട്ടറി S ജയശങ്കറും പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി ഐസാസ് അഹമ്മദ് ചൌധരിയും ജനുവരി 15-ന് ചർച്ച നടത്തിയേക്കും. ചർച്ചകളുടെ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. സമഗ്ര ഉഭയകക്ഷി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇരു രാജ്യങ്ങളും നേരത്തെ തീരുമാനിച്ചിരുന്നു. കാശ്മീരും ഭീകരവാദവും അടക്കമുള്ള വിഷയങ്ങൾ വിദേശകാര്യ സെക്രട്ടറി തല ചർച്ചയുടെ ഭാഗമാകും. മോദിയുടെ സന്ദർശനത്തെ രാജ്യാന്തര മാധ്യമങ്ങളും വിദേശ രാജ്യങ്ങളുടെ ക്രിയാത്മക ചുവടുവെപ്പായാണ് വിലയിരുത്തുന്നത്. എന്നാൽ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന് കൈകൊടുക്കാൻ തയ്യാറല്ലായിരുന്നുവെന്നും പെട്ടെന്ന് ഈ ബന്ധത്തിന് എന്തുമാറ്റമാണ് വന്നതെന്നും സർക്കാർ വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രിയായിരുന്ന 10 വർഷം മൻമോഹൻ സിംഗ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നില്ലെന്നും കോൺഗ്രസ് ഇപ്പോൾ എതിർക്കാൻ വേണ്ടി എതിർക്കുകയാണെന്നും BJP തിരിച്ചടിച്ചു. വിവാദങ്ങൾക്കപ്പുറം ഇരു പ്രധാനമന്ത്രിമാരും തമ്മിൽ വ്യക്തിബന്ധം ശക്തമാക്കാൻ സന്ദർശനത്തിലൂടെ കഴിഞ്ഞുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതിനിടെ മോദിയുടെ സന്ദർശനത്തിന് ചരടുവലിച്ചത് സ്റ്റീൽ വ്യവസായി സജ്ജൻ ജിൻഡാലെയാണെന്ന ആരോപണമുയർന്നിട്ടുണ്ട്. കത്തുവിവാദത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ആരെങ്കിലും സ്വന്തമായല്ല സർക്കാരിനെ വിലയിരുത്തേണ്ടതെന്നും അത് ജനങ്ങളാണ് ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരള സന്ദർശനത്തിന് എത്തുന്ന സോണിയാഗാന്ധി ബുധനാഴ്ച UDF നേതാക്കളുമായി കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ചതെന്ന പേരിൽ പ്രചരിക്കുന്ന കത്തിനെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിഞ്ഞുമാറി നിന്ന മുഖ്യമന്ത്രി പരോക്ഷ വിമർശനവുമായാണ് ഇന്ന് രംഗത്തെത്തിയത്. കത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുന്നില്ലെന്ന മുഖവുരയോടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നതുകൊണ്ട് കത്തിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പക്ഷേ ഭരണത്തെ വിലയിരുത്തേണ്ടത് ജനങ്ങളാണെന്ന് വ്യക്തമാക്കി. ആ കത്ത് അങ്ങനെ അയച്ചിട്ടില്ലെന്ന് രമേശ് പറഞ്ഞു. അങ്ങനെ ഒരു കത്ത് എവിടെ? അല്ലല്ല, അതല്ലേ, അത് ഏതെങ്കിലും ചില ചാനലുകളിൽ ബ്രേക്കിംഗ് ന്യൂസ് വന്നതുകൊണ്ട് അതിന്റെ പേരിൽ അന്വേഷണം നടത്താൻ പറ്റുമോ? അല്ല, നമുക്ക് ഇതിപ്പം RITയുടെ കാര്യം ചർച്ച ചെയ്യാൻ വന്നതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. ഇനിയിപ്പം കൂടുതൽ ചർച്ച ചെയ്താൽ RIT മുങ്ങും. അത് കൊടുത്തു. ഞാന് അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. ഒരു ഗവൺമെന്റിനെ വിലയിരുത്തുന്നത് അത് പിന്നെ ജനങ്ങളാണ്. അത് സ്വന്തമായിട്ട് ആരെങ്കിലും വിലയിരുത്തുന്നത് ശരിയല്ല. അത് വിലയിരുത്തേണ്ടത് ജനങ്ങളാണ്.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞത് ന്യൂനപക്ഷ സമുദായങ്ങൾ UDF നടന്നു എന്നാണ്. അതിനകത്ത് കത്തിനകത്ത് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോട് CM ഇമേജ് വോട്ടം ബുധനാഴ്ച കോട്ടയത്തെത്തുന്ന കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ഉച്ചയ്ക്ക് 12-ന് UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കേരളത്തിലെത്തുമ്പോൾ ഇത്തരം കൂടിക്കാഴ്ച പതിവാണെന്നും അതിനപ്പുറം രാഷ്ട്രീയ പ്രാധാന്യം ഇല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോട്ടയം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി രജത ജൂബിലി ആഘോഷ ചടങ്ങിലേക്ക് സോണിയാഗാന്ധിയെ ക്ഷണിച്ചത് പ്രോട്ടോകോൾ നോക്കിയല്ല. പ്രോട്ടോകോളിനൊക്കെ അതീതമായ ചടങ്ങാണിത്. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച രാജീവ് ഗാന്ധിയുടെ വിധവ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യണമെന്ന് നാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കോട്ടയത്ത് പറഞ്ഞു. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പ്രോട്ടോകോൾ ലംഘനം ചൂണ്ടിക്കാട്ടിയത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. 30-ന് ഉച്ചകഴിഞ്ഞ് 2:30-ക്കാണ് ചടങ്ങ്. എയർ ഇന്ത്യ വിമാനങ്ങളിൽ മാംസാഹാരം വിളമ്പുന്നത് നിർത്തുന്നു. ജനുവരി 1 മുതൽ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രകളിൽ മാംസാഹാരം വിളമ്പേണ്ടതില്ലെന്ന് എയർ ഇന്ത്യ അധികൃതർ തീരുമാനിച്ചു. ഉച്ചഭക്ഷണവും അത്താഴവും വിളമ്പുന്ന വിമാനങ്ങളിൽ ചായയും കോഫിയും ഒഴിവാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രകളിൽ മാംസം അടങ്ങിയതും അടങ്ങാത്തതുമായ സാൻഡ്വിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. ജനുവരി 1 മുതൽ ഇത് ഒഴിവാക്കി എയർ ഇന്ത്യയെ പൂർണ്ണമായും സസ്യാഹാരവൽക്കരിക്കാനാണ് തീരുമാനം. അതേസമയം ചൂടുള്ള ഭക്ഷണം വിളമ്പി ഭക്ഷണത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനാണ് തീരുമാനിച്ചതെന്ന് എയർ ഇന്ത്യ അധികൃതർ ന്യായീകരിച്ചു. നേരത്തെ സാൻഡ്വിച്ചും കേക്കും അടങ്ങിയ ലഘുഭക്ഷണം മാത്രമാണ് വിളമ്പിയിരുന്നത്. ഇതുമാറ്റി ചൂടുള്ള ഭക്ഷണം നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചത്. 150 യാത്രക്കാരുള്ള വിമാനത്തിൽ 2 ക്യാബിൻ ക്രൂ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഈ സ്ഥിതിയിൽ യാത്രക്കാരുടെ ഇഷ്ടാനിഷ്ടത്തിനനുസരിച്ച് വിവിധതരം ഭക്ഷണങ്ങൾ നൽകാൻ സമയമുണ്ടാകില്ലെന്നും ഒരു മുതിർന്ന എയർ ഇന്ത്യ ഉദ്യോഗസ്ഥൻ വിശദീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീലിൽ സുപ്രീംകോടതി ഈ മാസം 29-ന് വിധി പറയും. സംസ്ഥാനത്തെ ബാറുടമകൾ സമർപ്പിച്ച ഹർജിയിൽ ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ അധ്യക്ഷനായ ബെഞ്ച് വാദം പൂർത്തിയാക്കിയിരുന്നു. 2 ആഴ്ചയാണ് സുപ്രീംകോടതി ബെഞ്ച് വാദം കേൾക്കാനെടുത്തത്. സംസ്ഥാന സർക്കാരിന്റേത് വിവേചനപരമായ നിലപാടാണെന്നായിരുന്നു ബാറുടമകളുടെ വാദം. ബാറുടമകൾക്കായി മുകുൾ രോഹ്തഗിയുടെ നേതൃത്വത്തിലുള്ള അഭിഭാഷക നിരയും സംസ്ഥാന സർക്കാരിനായി കപിൽ സിബലുമാണ് ഹാജരായത്. കേരളത്തെ സംബന്ധിച്ച് നിർണായക വിധിയായിരിക്കും വരികയെന്ന് ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചടങ്ങിൽ വ്യക്തമാക്കിയിരുന്നു. 2014 ഒക്ടോബർ 30-നാണ് സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം ഹൈക്കോടതി ശരിവെച്ചത്. ഇതിനെ തുടർന്ന് സംസ്ഥാനത്തെ 700-ലേറെ ബാറുകൾ പൂട്ടുകയും പുതിയ ബീർ ആൻഡ് വൈൻ പാർലറുകൾക്ക് സർക്കാർ ലൈസൻസ് നൽകുകയും ചെയ്തു. 4 സ്റ്റാർ ഹെറിറ്റേജ് ഹോട്ടലുകളിലെ ബാറുകൾ ഒഴികെയുള്ളവയാണ് പൂട്ടിയത്. നരേന്ദ്രമോദിയുടെ പാക് സന്ദർശനം അപ്രതീക്ഷിതമെന്നത് പച്ചക്കള്ളം. ഉരുക്കു വ്യവസായി സജ്ജൻ ജിൻഡാൽ ഒരുക്കങ്ങൾ നടത്തിയത് ദിവസങ്ങൾ. കത്തോലിക്ക സഭയുടെ ക്രിസ്മസ് വിരുന്നും മാറ്റിവെച്ചു. വിശദമായ റിപ്പോർട്ടിലേക്ക്. റഷ്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിൽ ഇറങ്ങിയത് അപ്രതീക്ഷിത തീരുമാനമായിരുന്നില്ലെന്ന് വ്യക്തമാകുന്നു. മുൻകൂട്ടി നിശ്ചയിച്ചതും പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫുമായി ധാരണയായതുമായ സന്ദർശനമാണ് ഇന്നലെ ലാഹോറിൽ നടന്നത് എന്നാണ് തെളിവുകൾ. ഇന്നലെ ദില്ലിയിൽ സീറോ മലബാർ സഭ നടത്തേണ്ടിയിരുന്ന ക്രിസ്മസ് വിരുന്ന് നീട്ടിവച്ചതും പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ അസൌകര്യത്തെ തുടർന്നായിരുന്നുവെന്നും വ്യക്തമായി. ഉരുക്കു വ്യവസായി സജ്ജൻ ജിൻഡാലാണ് മോഡി നവാസ് കൂടിക്കാഴ്ചയ്ക്ക് ഇടനില നിന്നത് എന്നാണ് സൂചനകൾ. നേരത്തെ തന്നെ കൂടിക്കാഴ്ച തീരുമാനിച്ചിരുന്നുവെന്നും നവാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സജ്ജൻ പാകിസ്ഥാനിൽ ഇതിനായാണ് എത്തിയത് എന്നുമാണ് വിവരം. കഴിഞ്ഞ വർഷം കാഠ്മണ്ഡുവിൽ സാർക്ക് ഉച്ചകോടിക്കിടെ മോഡി നവാസ് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുക്കിയത് സജ്ജനായിരുന്നുവെന്ന് ഒരു പാകിസ്ഥാനി മാധ്യമ പ്രവർത്തക തന്റെ പുസ്തകത്തിൽ പരാമർശിച്ചിരുന്നു. മോഡി ലാഹോറിലേക്ക് പോകുന്നുവെന്ന് ട്വീറ്റിലൂടെ അറിയിച്ചതിനു പിന്നാലെ താൻ ലാഹോറിലുണ്ടെന്ന സജ്ജന്റെ ട്വീറ്റും വന്നിരുന്നു. ഇന്ത്യയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിത്ത് കുറച്ചു നാളുകൾക്ക് മുമ്പ് പാകിസ്ഥാനിലേക്ക് പോയത് ഇന്നലത്തെ കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കാനായിരുന്നുവെന്ന് സൂചനയുണ്ട്. ബാസിത്ത് ഇപ്പോഴും പാകിസ്ഥാനിൽ തുടരുകയാണ്. വെള്ളിയാഴ്ചയാണ് ഭാര്യാസമേതനായി ചാർട്ടർ ചെയ്ത വിമാനത്തിൽ സജ്ജൻ ലാഹോറിലെത്തിയത്. നവാസ് ഷെരീഫുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സജ്ജന് അദ്ദേഹത്തിനുമേൽ ശക്തമായ സ്വാധീനവുമുണ്ട്. കഴിഞ്ഞ മെയ് മാസത്തിൽ ഇന്ത്യയിൽ നവാസ് ഷെരീഫ് സന്ദർശിച്ചപ്പോൾ സജ്ജന്റെ വീട്ടിൽ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തിരുന്നു. അത് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. മോഡി നവാസ് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുക്കാൻ സജ്ജൻ കുറെ നാളുകളായി കരുക്കൾ നീക്കുകയായിരുന്നു. അതേസമയം മോഡിക്കും നവാസിനും കൂടിക്കാഴ്ചയുടെ വിവരം രഹസ്യമായി സൂക്ഷിക്കാനുമായി.
തീരുമാനമായി. നവാസിനെ പിറന്നാൾ ദിനത്തിൽ ആശംസിക്കാനെന്ന പേരിൽ ഫോൺ കോളിൽ അസാധാരണത്വം ഒഴിവാക്കാനുമായി കൂടിക്കാഴ്ചക്ക് സജ്ജനും മോഡിയും നവാസും തയ്യാറായിരുന്നെങ്കിലും അക്കാര്യം ഇന്ത്യൻ ഹൈക്കമ്മീഷന് അറിയില്ലായിരുന്നു. വിവരം അറിഞ്ഞയുടൻ ഇസ്ലാമാബാദിൽ നിന്ന് അടിയന്തരമായി ഹൈക്കമ്മീഷണർ ലാഹോറിൽ എത്തുകയായിരുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും പാകിസ്ഥാനിലും ശക്തമായ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ചലനമാണ് അനുഭവപ്പെട്ടത്. ഡൽഹി, ചണ്ഡീഗഡ്, ശ്രീനഗർ, ജയ്പൂർ എന്നിവിടങ്ങളിലും പാകിസ്ഥാനിലെ ചിലയിടങ്ങളിലുമാണ് ഇന്നലെ രാത്രി 11:44 ഭൂചലനമുണ്ടായത്. പാകിസ്ഥാനിലെ പെഷവാറിൽ 30 പേർക്ക് പരിക്കേറ്റു. മറ്റ് സ്ഥലങ്ങളിൽ ആളപായങ്ങളൊന്നുമില്ല. കാബൂളിൽ നിന്ന് 280 കിലോമീറ്റർ അകലെ താജിക്കിസ്ഥാനിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. സംശയാസ്പദമായ സാഹചര്യത്തിൽ നാഗ്പൂർ വിമാനത്താവളത്തിൽ 3 യുവാക്കൾ പോലീസ് പിടിയിൽ. ശ്രീനഗറിലേക്ക് വിമാനം കയറാനെത്തിയ യുവാക്കളെയാണ് നാഗ്പൂർ ഭീകരവിരുദ്ധ സേന പിടികൂടിയത്. ഇവർ ഭീകര സംഘടനയായ IS-ൽ ചേരാൻ പോകുകയായിരുന്നുവെന്നാണ് പോലീസ് വിശദീകരണം. തെലങ്കാന പോലീസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ITS ഇവർക്കായി വല വീശിയത്. അതേസമയം ഇവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. യുവാക്കളെ ബന്ധുക്കൾക്ക് കൈമാറിയിരിക്കുകയാണ്. അബ്ദുൽ വസീം, ഉമർ ഹസൻ ഫാറൂഖി, സമീർ ഫാറൂഖി എന്നിവരാണ് പിടിയിലായത്. ഇവരെ കാണാനില്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ തെലങ്കാന പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വഴികളിൽ സുഗന്ധപ്പുമണമാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വരികളിൽ സുഗന്ധപ്പുമണമാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. അജബുകളനവധിയായി വിരിഞ്ഞൊരു മലരാണ്, അഹദവനകിലരിലായി കനിഞ്ഞൊരു നബിയാണ്. വദനം നിലാവിനഴകാണ്, വരികളിലേറും ശ്രുതിയാണ്, വചനമതാത്മസുഖമാണ്, വഴികളിൽ സുഗന്ധപ്പുമണമാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ കൊതിക്കുന്നൊരഴകാണ്. അകലെ ഓർമ്മകൾ വസിക്കുന്നൊരിടമാണ്, അരികിൽ ചേർന്നിടാൻ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കാസർകോട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ നടക്കുന്ന ആദർശം ക്ലാസിന്റെ സമാപനം അഖീദ ക്യാമ്പ് ഡിസംബർ 30 ബുധനാഴ്ച നടക്കും. കാസർകോട് സുന്നി സെന്ററിൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നടക്കുന്ന പരിപാടിയിൽ ക്രോഡീകരണം, മുഖാമുഖം, നിവാരണം എന്നിവയ്ക്ക് പുറമെ സമസ്ത കേന്ദ്ര മുശാവറ അംഗം ഖാദി സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി അനുസ്മരണവും നടക്കും. ക്യാമ്പിന് മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, സയ്യിദ് ഹസനുൽ അഹദൽ തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഹാദി തങ്ങൾ, മൊയ്തു സയ്യിദി ചേറൂർ, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി തുടങ്ങിയവർ നേതൃത്വം നൽകും. സ്ത്രീ വിമോചനത്തിനും ശാക്തീകരണത്തിനും വേണ്ടി പ്രവർത്തിച്ച ചരിത്രത്തിലെ തുല്യതയില്ലാത്ത നേതാവാണ് പ്രവാചകർ മുഹമ്മദ് നബിയെന്ന് ആത്മീയ പണ്ഡിതനും ബായാർ മുജമ്മ സാരഥിയുമായ സയ്യിദ് അബ്ദുറഹ്മാൻ എംബിച്ചിക്കോയ അൽ ബുഖാരി ബായാർ. ബായാർ മുജമ്മയിൽ ജൽസെ മീലാദിന് നേതൃത്വം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സി അബ്ദുള്ള മുസ്ലിയാർ ഉപ്പള പതാക ഉയർത്തി. അസയ്യിദ് ബദറുദ്ദീൻ ബ അലവി തങ്ങൾ, BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, അബ്ദുള്ള മുസ്ലിയാർ ബായാർ, അബ്ദുൽ ഖാദർ മദനി പള്ളങ്കോട്, സുലൈമാൻ കരിവള്ളൂർ, മുഹമ്മദ് സഖാഫി പാത്തൂർ തുടങ്ങി നിരവധി സയ്യിദരും പണ്ഡിതരും പങ്കെടുത്തു. SSF സാംസ്കാരിക വിഭാഗമായ കലാലയം മതവിദ്യാർത്ഥികൾക്ക് പ്രഭാഷണം, അറബിക് കാലിഗ്രാഫി വിഷയങ്ങളിൽ പരിശീലനം നൽകുന്നു. ജനുവരി 28 ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 10:30 വരെ നടക്കുന്ന ക്യാമ്പിൽ പ്രഭാഷണം, ഭാഷ, വഅള് എന്നീ സെഷനുകളിൽ പ്രമുഖർ പരിശീലനത്തിന് നേതൃത്വം നൽകും.
അറബി കൈയക്ഷരം, കാലിഗ്രാഫി എന്നീ സെഷനുകളിൽ ഫെബ്രുവരി 5-നാണ് ക്യാമ്പ് നടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ആരംഭിച്ച് രാത്രി 8 മണിക്ക് സമാപിക്കും. പ്രഭാഷണ ക്യാമ്പിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്ന മുതാലിമുകൾ 8281871313 എന്ന നമ്പറിലും കാലിഗ്രാഫി ക്യാമ്പിലേക്ക് താൽപര്യപ്പെടുന്നവർ 9048231949 എന്ന നമ്പറിലും വിളിച്ച് പേര് രജിസ്റ്റർ ചെയ്യണമെന്ന് കലാലയം കൺവീനർ അറിയിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാക് സന്ദർശനത്തിനു പിന്നാലെ ഇന്ത്യ പാക് വിദേശകാര്യ സെക്രട്ടറി തല ചർച്ച ജനുവരിയിൽ. കത്തുവിവാദത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പരോക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. സർക്കാരിനെ വിലയിരുത്തേണ്ടത് ജനങ്ങളാണെന്നും ഉമ്മൻചാണ്ടി. നാഗ്പൂരിൽ 3 യുവാക്കൾ പോലീസ് പിടിയിൽ. IS-ൽ ചേരാൻ പുറപ്പെട്ടതെന്ന് പോലീസ്. കേരളത്തിലെ മദ്യനയം സുപ്രീംകോടതി ചൊവ്വാഴ്ച വിധി പറയും. SSF സാംസ്കാരിക വിഭാഗമായ കലാലയം മുതാലിമുകൾക്കായി പ്രഭാഷണം, കാലിഗ്രാഫി പരിശീലനം എന്നിവ സംഘടിപ്പിക്കുന്നു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.